കേരളത്തിലേക്ക് MDMA ഉൾപ്പെടെയുള്ള രാസലഹരികൾ കയറ്റി അയക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികൾ ശാസ്താംകോട്ട പോലീസിന്റെ പിടിയിലായി. കൊല്ലം മുണ്ടയ്ക്കൽ അദ്വൈതം വീട്ടിൽ 27-കാരിയായ അദ്വൈത, കണ്ണൂർ പറശ്ശിനിക്കടവ് സൽവ മൻസിൽ 32-കാരനായ മുഹമ്മദ് സിജാഹ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ICS ജംഗ്ഷനിൽ നിന്നും പിടികൂടിയ MDMA കേസാണ് പ്രതികരിലേക്ക് എത്താൻ വഴിയൊരുക്കിയത്. 23 ഗ്രാം MDMAയുമായി അന്ന് യുവതിയാണ് പിടിയിലായത്. കേസിലെ രണ്ടാം പ്രതി ഷംനാദിനെ ബംഗളൂരുവിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോഴാണ് ഷംനാദിന് MDMA കൈമാറിയ സംഘത്തിലെ 3 പേരെ പിടികൂടിയത്. പിടികൂടിയവരിൽ 2 പേർ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളും ഒരാൾ കർണാടക ശിവമുഖ സ്വദേശിയുമായിരുന്നു. ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിലാണ് നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നത്. കേരളത്തിലേക്ക് വൻതോതിൽ ലഹരിമരുന്ന് കയറ്റി അയക്കുന്ന സംഘത്തിലെ അംഗങ്ങളാണ് പിടിയിലായത്. സിജാഹിനെ മുൻപും പോലീസ് പിടികൂടിയിട്ടുണ്ട്. സിജാഹ് 3 മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ്. തിരുവനന്തപുരത്ത് അമരവിളയിൽ 75 ഗ്രാം MDMA പിടികൂടിയ കേസിലും കണ്ണൂരിലും ഇരിട്ടിയിലും MDMA എക്സൈസ് പിടികൂടിയ കേസിലും സിജാഹിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബംഗളൂരുവിൽ റേഡിയോളജി പഠനത്തിന് പോയതാണ് അദ്വൈത. പിന്നീട് മയക്കുമരുന്ന് സംഘത്തിലെത്തിപ്പെട്ടു. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപിന്റെ മേൽനോട്ടത്തിൽ ശാസ്താംകോട്ട DYSP പ്രസാദ്, ശാസ്താംകോട്ട SHO മൃദുൽ കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ SI ശരത് KP, ASI ബിജു KR, CPOമാരായ അഖിൽചന്ദ്രൻ, ഫൈസൽ, വിപിൻ കുമാർ, അഞ്ജു എന്നിവർ ചേർന്നാണ് വ്യാജ പേരിൽ ഫ്ളാറ്റ് എടുത്ത് താമസിക്കുകയായിരുന്ന കമിതാക്കളെ ബംഗളൂരുവിൽ നിന്നും പിടികൂടിയത്.